ഇന്നത്തെ പ്രൊജക്റ്റ് സെയിം ഒരു റാസ്ബെറി പൈ വെച്ചിട്ട് നമ്മളൊരു സ്ക്രോളിംഗ് മെട്രിക്സ് 8x8 LED മെട്രിക്സ് ഡിസ്പ്ലേ ആണ് ഉദ്ദേശിക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ഒരു മാക്സ് 7219 ബേസ്ഡ് മെട്രിക്സ് LED ഒരു 4 വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 8x8 മെട്രിക്സ് LED ആണ്. മാക്സ് 7219 ആണ് ചിപ്പ് ഡ്രൈവർ ഇതിൽ ഉപയോഗിക്കുന്നത്. സോ ഇതാണ് മാക്സ് 7219 ഉപയോഗിച്ചിട്ടുള്ള മെട്രിക്സ് LED. ഇത് 8x8 മെട്രിക്സ് ആണ്. സോ ഇത് 4 നമ്മൾ DC ചെയിൻ വഴി കണക്ട് ചെയ്ത് ഒരു സ്ക്രോളിംഗ് LED ഡിസ്പ്ലേ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രോജക്റ്റ്. സോ ഈ മെട്രിക്സ് LED നമ്മൾ ഇനി DC ചെയിൻ മെത്തേഡിൽ കണക്ട് ചെയ്യണം. അതായത് നമ്മൾ കണ്ടിന്യൂസ്ലി ഇതിൻ്റെ നമ്മളൊരു റെയിൽ പോലെ കണക്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പിൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ബോർഡിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ഔട്ടെന്നുണ്ട്. അപ്പോൾ സോ ഇന്നെന്നുള്ള സ്ഥലത്തായിട്ടാണ് നമ്മൾ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ റാസ്ബെറി പൈന്ന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഈ ഔട്ടാണ് അടുത്ത ഈ മെട്രിക്സ് ഇട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ഓർണത്തിൻ്റെ ഔട്ട് അടുത്തതിൻ്റെ ഇന്നായിരിക്കും. സോ ഇങ്ങനെ നമ്മൾ ഒരു DC ചെയിൻ മെത്തേഡിൽ കണക്ട് ചെയ്യണം. അതായത് ഫസ്റ്റത്തേൻ്റെ ഇന്ന് മൈക്രോ കൺട്രോളറിൽ നിന്ന് വരുന്ന ഡേറ്റയായിരിക്കും അങ്ങോട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് അടുത്ത മെട്രിക്സിൻ്റെ ഇന്നിട്ട് കൊടുക്കും. എന്നിട്ട് അതേപോലെ മറ്റേതിൻ്റെ സെക്കൻഡ് വണ്ണിൻ്റെ ഔട്ട് എടുത്തിട്ട് നെക്സ്റ്റ് വണ്ണിൻ്റെ ഇന്നിൽ കൊടുക്കും. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ത്രൂ ഒരു സ്ക്രോളിംഗ് ഡിസ്പ്ലേ സൈൻ ബോർഡോ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. സോ അതാണ് നമ്മുടെ പ്രൊജക്റ്റ്. സോ ഇതിന് സോൾഡർ ചെയ്ത് ഈ പിൻസ് ഇവിടെ സോൾഡർ ചെയ്യണം. കണ്ടോ, ഇതിലിപ്പോൾ ഇന്നിൻ്റെ അവിടെ കാണാൻ പറ്റും VCC ഗ്രൗണ്ട് ഡാറ്റ ഇന്ന് ചിപ്പ് സെലക്ട് ക്ലോക്ക്. ഇത് SPI കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഒരു സൈഡിൽ ഡാറ്റ ഇൻ, ഒരു സൈഡിൽ ഡാറ്റ ഔട്ട്. ഇതിൻ്റെ ഡാറ്റ ഔട്ട് എടുത്തിട്ട് നെക്സ്റ്റിൻ്റെ ഡാറ്റ ഇന്നിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇവിടെ കണക്ഷൻ ഇല്ല. സോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പിൻസ് വെച്ചിട്ട് വേണം നമ്മളിനി സോൾഡർ ചെയ്ത് വെക്കാൻ. ഇനി നമ്മളിത് സോൾഡർ ചെയ്യുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് പിൻസ്. ഓക്കെ. സോ നമ്മൾ സോൾഡർ ചെയ്യാനൊരു സോൾഡറിങ് ഹോൾഡറും അതേപോലെ ബാക്കി കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇതാണ് ആദ്യം നമ്മൾ സോൾഡർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഞാൻ ഇതിൻ്റെ സൈഡിൽ ഒരു പെന്നും കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, LED വൈറ്റ് സൈഡിലും അതേപോലെ ബോർഡിൻ്റെ ആ സൈഡിലും. കാരണം നമ്മൾ ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ടാണ്, അതായത് ഡിസ്മാൻഡിൽ ചെയ്തിട്ടാണ് നമ്മൾ ഇത് സോൾഡർ ചെയ്യുന്നത്. സോ ഇത് പതുക്കെ ഈ LED മെട്രിക്സ് നമുക്ക് ഇതിൽ നിന്ന് വലിച്ചാൽ പതുക്കെ ഊരിപ്പോരും. സോ ഇത് ഊരിയിട്ട് നമ്മൾ ഇടുമ്പോഴത്തേനും ഇങ്ങനെ തല തിരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. സോ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഊരിയിട്ട് മാറ്റി വെച്ചു. ഇതാണ് നമ്മുടെ ബോർഡ്. ഇതിലാണെങ്കിൽ നമ്മൾ ഈ പിന്ന് വെച്ചിട്ട് സോൾഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഇതാണ് ബോർഡ്. ഇതാണ് നമ്മൾ സോൾഡർ ചെയ്യാൻ ഉദ്ദേശിച്ച പിന്ന്. അപ്പോൾ ഇത് നമ്മൾ ബോർഡിൻ്റെ പുറത്തുനിന്നാണ് വെക്കുന്നത്, എന്നിട്ട് അകത്തുനിന്നാണ് സോൾഡർ ചെയ്യുന്നത്. ഇത് ഡബിൾ സൈഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും വേണമെങ്കിൽ സോൾഡർ ചെയ്യാം, അതേപോലെ ഇവിടെ നിന്ന് വേണമെങ്കിൽ സോൾഡർ ചെയ്യാം. സോ നമ്മൾ പിന്ന് വെക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് സോൾഡർ ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മൾ ഇങ്ങനെ പിന്ന് വെച്ചു രണ്ട് സെക്ഷനിലും. ഇതിങ്ങനെ വെക്കാൻ കാരണം നമുക്ക് LED മോഡ്യൂള് വേറെ ഒരു കണക്ടർ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ LED മോഡ്യൂൾ നമുക്ക് സിംഗിളായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ആ കണക്ടറിൽ നിന്ന് വിടിയിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാനും പറ്റണം. അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ പെർമനൻ്റ്ലി 2 ബോർഡായിട്ട് സോൾഡർ ചെയ്യുന്നില്ല. ഓരോ ബോർഡിലും നമ്മൾ ഇതേപോലെ പിന്ന് വെച്ചിട്ട് പിന്നെ ഒരു ജമ്പർ പോലത്തെ കണക്ടർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ അതെപ്പോൾ വേണമെങ്കിലും നമുക്ക് സിംഗിളായിട്ട് വേണമെങ്കിലും നമുക്ക് ഊരി എടുക്കാനും പറ്റും, വേറെ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മുടെ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സോൾഡറിങ് ഹോൾഡറിൽ ബോർഡും അതേപോലെ പിന്നും ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സോൾഡറിങ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. സോ സോൾഡറിങ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ സോൾഡർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. സോ നമ്മൾ സോൾഡർ ചെയ്യാൻ പോവുകയാണ്. സോ ലെഡ് ചൂടായിട്ടുണ്ട്. നമ്മൾ പിന്നടിയിൽ നിന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റേ ലിഡ് നമ്മൾ സോൾഡർ ചെയ്യുകയാണ്. ഈ അത് കൂടി പിടിച്ചു.
കുഴപ്പമില്ല, ഡെലിക്കേറ്റാണ്. ഓക്കെ, ഇത് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. അതിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ നമ്മളിതൊന്ന് അഴിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ സോൾഡറിങ് പിടിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു കമ്പി ശകലം അകന്നു പോയിട്ടുണ്ട്. സോ അത് നമ്മൾ ക്ലിയർ ചെയ്യും. അതേപോലെ നമ്മൾ ഇവിടെയും നമ്മൾ സോൾഡർ ചെയ്യും. അങ്ങനെ 4 മോഡ്യൂൾ നമ്മൾ സോൾഡർ ചെയ്യും. ഓക്കെ, സോ നമ്മൾ ബോർഡ് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പിന്നും ഈ പിന്നും സോൾഡർ ചെയ്തിട്ടുണ്ട്, എല്ലാം കറക്റ്റാക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെയാണ് നീല പെന്ന് വെച്ച് മാർക്ക് ചെയ്തത്. സോ ഈ 2 സ്ഥലത്താണ് നമ്മൾ മറ്റേ LED മെട്രിക്സ് LED മോഡ്യൂൾ പ്ലേസ് ചെയ്യേണ്ടത്. സോ ഇത് നമ്മൾ മെട്രിക്സ് LED മോഡ്യൂൾ എടുത്തു. അത് നമ്മൾ കറക്റ്റ് പിന്നെ ലൊക്കേറ്റ് ചെയ്ത് ഇതേപോലെ നമ്മൾ പ്ലേസ് ചെയ്തു. സോ ആ സൈഡ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പം ഇത് കഴിഞ്ഞു. ഇതേപോലെ നമ്മൾ 4 LED മോഡ്യൂളും നമ്മൾ കറക്റ്റാക്കി സോൾഡർ ചെയ്ത് ഇതേപോലെ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ജമ്പർ വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർകണക്ട് ചെയ്യണം, എല്ലാം ചെയിനായിട്ട്. ഓക്കെ, സോ നമ്മളെല്ലാം സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇത് 4 LED മെട്രിക്സ് മോഡ്യൂൾ ആയി. സോ ഒന്നിൻ്റെ ഇതാണ് മൈക്രോ കൺട്രോളറിൽ നിന്ന് അല്ലെങ്കിൽ റാസ്ബെറി പൈയിൽ നിന്ന് വരുന്ന ഇൻപുട്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് അടുത്തതിൻ്റെ ഇന്നിൽ കൊടുക്കും. നെക്സ്റ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഇന്നിൽ കൊടുക്കും. അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നെക്സ്റ്റിൻ്റെ ഇന്നിൽ കൊടുക്കും. ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ഇവിടെ വേണമെങ്കിൽ ഒരു 10 20 ഒക്കെ വേണമെങ്കിൽ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് പോകും. സോ ഇവിടെ 4 എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. സോ നമ്മളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പിന്നെ ഇതേപോലെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡിൽ. ഓക്കെ, സോ നമ്മളെല്ലാം സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ എല്ലാത്തിൻ്റെയും ബാക്ക് സൈഡാണിത്. സോ ഈ റോ എല്ലാം VCC, ഗ്രൗണ്ട്, DIN, CS, ചിപ്പ് സെലക്ട്, ക്ലോക്ക്. സോ ഇതെല്ലാം ഡാറ്റ ഇന്നിൻ്റെ പിന്നാണ്, ഇതെല്ലാം ഡാറ്റ ഔട്ടിൻ്റെ പിന്നാണ്. സോ നമ്മൾ ഡാറ്റ ഇന്നിൻ്റെ പിന്ന് ആണ് ഈ ഭാഗം, ഇത് ഡാറ്റ ഔട്ടിൻ്റെ പിന്ന്. സോ നമ്മൾ നേരെ ഇത് എടുത്തിട്ട് നമ്മൾ ഇതാണ് ഡാറ്റ ഇന്നും ഡാറ്റ ഔട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വെക്കാൻ പോകുന്നത്, പ്ലേസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ പടത്തിലെ പോലെ ആയിരിക്കും നമ്മുടെ പിന്നുകളെല്ലാം വരുന്നത്. അതായത് VCC, ഗ്രൗണ്ട്, ഡാറ്റ ഇൻ, CS, ക്ലോക്ക് അതെല്ലാം ഈ സൈഡിലും ഔട്ടെല്ലാം ഈ സൈഡിലും. സോ നമ്മൾ ഓരോന്നായിട്ട് പ്ലേസ് ചെയ്യുവാണ്. സോ ഇതേ രീതിയിലാണ് ഇവിടെ VCC, ഗ്രൗണ്ട്, DIN, CS, ക്ലോക്ക്. ഡാറ്റ ഇൻപുട്ടെല്ലാം ഈ സൈഡിൽ വരും, ഡാറ്റ ഔട്ട്പുട്ടെല്ലാം ഈ സൈഡിൽ വരും. സോ അങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. സോ ഓരോന്നോരോന്ന് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അല്ലാത്ത ഫോക്കസ് ചെയ്യണം. എല്ലാം പ്ലേസ് ചെയ്തു. ഇനി നമ്മൾ കണക്ഷൻസ് കൊടുക്കുവാണ്. അതായത് ഈ ഡാറ്റ ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഇന്നിൽ കൊടുക്കും, അതേപോലെ ഇതിൻ്റെ ഡാറ്റ ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഇന്നിൽ കൊടുക്കും. പിന്നെ VCC എല്ലാം നമ്മൾ കോമൺ ആയിട്ട് വയ്ക്കും, അതേപോലെ ഗ്രൗണ്ടും കോമൺ ആയിട്ട് വയ്ക്കും, അതേപോലെ ക്ലോക്കും ചിപ്പ് സെലക്റ്റും കോമൺ ആയിട്ട് വയ്ക്കണം. സോ അതാണ് നമ്മളിനി കണക്ട് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാത്തിൻ്റെയും ഇവിടുത്തെ ഫസ്റ്റ് പിന്നെ VCC, അപ്പോൾ എല്ലാത്തിൻ്റെയും VCC കൊടുക്കുകയാണ്. സോ VCC നമ്മൾ കൊടുത്തു, അതിനെ നമ്മൾ കോമൺ ആക്കി വയ്ക്കുകയാണ്.
എല്ലാ ചിപ്പിൻ്റെയും VCC അതുപോലെ നമ്മൾ കൊടുക്കണം. ഓക്കെ. സോ നമ്മൾ എല്ലാത്തിൻ്റെ VCC കണക്ട് ചെയ്തു. അതായത് ഈ പിന്നാണ് എല്ലാത്തിൻ്റെ ഫസ്റ്റ് പിന്ന്, ഈ സൈഡ്. അതെല്ലാം നമ്മൾ VCC അതെല്ലാം ഒരു കോമൺ ആയിട്ട് വെച്ചു. ഇതാണ് കോമൺ, ഇവിടം വരെ കോമൺ ആണ് ഇതിൻ്റെ. അതേപോലെ ഈ ലൈനിൻ്റെ ഇപ്പുറത്തെല്ലാം കോമൺ ആണ്, ഇവിടം വരെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതും തമ്മിൽ കണക്ഷൻ ഇല്ല. സോ ഇതെല്ലാം VCC നമ്മൾ കണക്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എല്ലാത്തിൻ്റെയും ഗ്രൗണ്ട് കണക്ട് ചെയ്യണം. അതായത് VCC കണ്ടുള്ള സെക്കൻഡ് പിന്നാണ് ഗ്രൗണ്ട്. സോ എല്ലാത്തിൻ്റെയും ഗ്രൗണ്ട് നമ്മൾ കോമൺ ആക്കി വയ്ക്കുന്നു. സോ ആ ലൈൻ കോമൺ ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ലൈൻ നമ്മൾ എടുത്തു. സോ ഇവിടെയാണ് നമ്മൾ ഗ്രൗണ്ട് കണക്ട് ചെയ്യുന്നത്. സോ രണ്ടാമത്തെ റോയിൽ നമ്മൾ ഗ്രൗണ്ട് കണക്ട് ചെയ്തു. സോ ബാക്കി എല്ലാത്തിൻ്റെയും ഗ്രൗണ്ട് അതുപോലെ കണക്ട് ചെയ്യും നമ്മൾ. സോ നമ്മൾ എല്ലാത്തിൻ്റെയും ഗ്രൗണ്ട് കണക്ട് ചെയ്തു. അതായത് ഇതൊക്കെയാണ് ഗ്രൗണ്ട്, സെക്കൻഡ് പിന്ന്. അതെല്ലാം കൂടി നമ്മൾ കോമൺ ആക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ VCCയും ഗ്രൗണ്ട് നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഡാറ്റ ഇന്നും ഡാറ്റ ഔട്ടും തൽക്കാലം തൊടുന്നില്ല, പകരം CS ക്ലോക്കുമാണ്. നമ്മൾ ഇനി CS എല്ലാം കോമൺ ആക്കി വയ്ക്കും, അതേപോലെ ക്ലോക്കും എല്ലാം കോമൺ ആക്കി വയ്ക്കണം. VCCയും ഗ്രൗണ്ടും ചെയ്ത പോലെ സെയിം. ഓക്കെ. സോ ഇനി നമ്മൾ CS എന്ന് പറഞ്ഞ പിന്നാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അത് 1, 2, 3, 4ാമത്തെ പിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് 2 കണക്ട് ചെയ്തു, 3ാമത്തെ വിട്ടിട്ട് നമ്മൾ 4ാമത്തെ പിന്നാണ് CS. അപ്പോൾ 4ാമത്തെ ഇതിൽ നമ്മൾ CS കണക്ട് ചെയ്തു ഇവിടെ. ഓക്കെ. അപ്പോൾ ഇവിടെ 4ാമത്തെ പിന്നിൽ CS കണക്ട് ചെയ്തു. അതേപോലെ ഇതിനെ ഒരു കോമൺ പോയിന്റ് ഇട്ട് നമ്മൾ എടുത്തേക്കുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തു, ഇങ്ങോട്ട് കണക്ട് ചെയ്തു. സോ അതേപോലെ ഈ ചിപ്പിൻ്റെ ഇതിൻ്റെയും 3 കഴിഞ്ഞ് 4ാമത്തെ പിന്നെടുത്ത് ഈ കോമൺ പോയിന്റ് ഇട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ. സോ നമ്മൾ CS കണക്ട് ചെയ്തു. അതായത് ഇതെല്ലാം CSൻ്റെ കോമൺ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് 4ാമത്തെ പിന്ന്, ഇതിൽ നിന്ന് 4ാമത്തെ പിന്ന്, ഇതിൽ നിന്ന് 4ാമത്തെ പിന്ന്, ഇതും 4ാമത്തെ പിന്ന്, അതെല്ലാം സിംഗിൾ ലൈനിൽ കണക്ട് ചെയ്തു, CS കോമൺ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ ക്ലോക്കിൻ്റെ ഇത് കോമൺ ആക്കി വയ്ക്കുകയാണ്. ഓക്കെ. അത് ലാസ്റ്റത്തെ പിന്നാണ്. സോ നമ്മൾ ലാസ്റ്റത്തെ ക്ലോക്കും ഇതേപോലെ എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റത്തെ പിന്ന്, അതായത് 5ാമത്തെ പിന്നാണ് ക്ലോക്ക്. അപ്പോൾ 5ാമത്തെ പിന്ന് നമ്മൾ എടുത്തു. അതെടുത്തിട്ട് ഇതേപോലെ ഒരു കോമൺ പോയിന്റിൽ നമ്മൾ വയ്ക്കുകയാണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോമൺ പോയിന്റ് നമ്മൾ എടുത്തു, അതിൽ വെച്ച്. സോ ഇതേപോലെ ബാക്കി എല്ലാത്തിൻ്റെയും ലാസ്റ്റത്തെ പിന്ന്, അതായത് ക്ലോക്ക് എടുത്തിട്ട് ഈ കോമൺ പോയിന്റിൽ കൊടുക്കും. സോ നമ്മൾ എല്ലാത്തിൻ്റെയും ക്ലോക്ക്, ഇതാണ് എല്ലാത്തിൻ്റെയും ലാസ്റ്റത്തെ ഇത്, അതെല്ലാം കൂടി ഒരു കോമൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലോക്ക്, ഇതിൻ്റെ ലാസ്റ്റത്തെ ഇത് ക്ലോക്ക്, ഇത് ക്ലോക്ക്, ഇത് ക്ലോക്ക്, അതെല്ലാം കൂടി കോമൺ ആക്കി വെച്ചു. നമ്മൾ ഇനി തൊടാത്ത പിന്നെ D-നും D-ഔട്ടുമാണ്. അപ്പോൾ നമ്മൾ മൈക്രോ കൺട്രോളറിൽ നിന്ന് അല്ലെങ്കിൽ റാസ്ബെറി പൈ എന്നുള്ള ഇൻപുട്ട് കൊടുക്കുന്നത് ഈ സെക്ഷനിട്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇത് മൈക്രോ കൺട്രോളർ ആണെങ്കിൽ അല്ലെങ്കിൽ റാസ്ബെറി പൈ ആണെങ്കിൽ ഇതിൽ നിന്നുള്ള ഇൻപുട്ട് എടുത്തിട്ട് ഈ D-നിലാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ D-ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ D-നിൽ കൊടുക്കും, ഇതിൻ്റെ D-നിൽ. ഇതിൻ്റെ D-ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ D-നിൽ കൊടുക്കും, ഇതിൻ്റെ D-ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ D-നിൽ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അതായത് ഫസ്റ്റത്തെ ഇൻപുട്ട് ഇവിടെ ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഇന്നിൽ, ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഇന്നിൽ, ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഇന്നിൽ. ഇനി വേറൊരു ചിപ്പും കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് നെക്സ്റ്റിൽ കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ അപ്പൻഡ് ചെയ്ത് 20, 30 ഒക്കെ നമുക്ക് മെട്രിക്സ് ആഡ് ചെയ്തുകൊണ്ട് പോകാം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഡ്രൈവ് ചെയ്യണ പവർ സോഴ്സും VCCയും ഗ്രൗണ്ടൊക്കെ നമ്മൾ കൊടുക്കണം. ഓക്കെ. സോ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ റാസ്ബെറി പൈ എന്നുള്ള ഇൻപുട്ട് കൊടുക്കേണ്ടത് ഫസ്റ്റത്തെ ചിപ്പിലാണ്. അപ്പോൾ ഇതാണ് 3ാമത്തെ പിന്നാണ് D-in. സോ ഇത് ഇവിടെ 1, 2, 3ാമത്തെ നമ്മൾ ഒഴിച്ചിട്ടിട്ടുണ്ട്, അവിടെ നമ്മൾ കൊടുത്തു, അവിടെ നമ്മൾ ഇത് പ്ലേസ് ചെയ്തു. സോ ഇതാണ് മൈക്രോ കൺട്രോളറിൽ നിന്നുള്ള അല്ലെങ്കിൽ റാസ്ബെറി പൈ എന്നുള്ള ഇൻപുട്ട് കൊടുക്കേണ്ട പിന്ന്. അത് നമ്മൾ ചുമ്മാ ഇവിടെ ഓപ്പണാക്കി ഇവിടെ വെറുതെ വെച്ചിട്ടുണ്ട്. ഈ ബ്ലാക്കാണ് കൊടുക്കേണ്ടത്. സോ ഇതിൻ്റെ ഔട്ട് എടുത്ത് ഇതിൻ്റെ ഇന്നായിട്ട് കൊടുക്കണം. അതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ സെക്ഷനിൽ നിന്ന് ഇനി ഔട്ട് എടുക്കണം. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ VCC ഗ്രൗണ്ട് മറ്റേ D-ഔട്ട്, അതായത് 1, 2, 3ാമത്തെ പിന്നാണ് D-ഔട്ട്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ 1, 2, 3 ഇതാണ് D-ഔട്ട്. ഈ D-ഔട്ടിൽ നമ്മൾ പ്ലേസ് ചെയ്തു. അതായത് ഇത് നോക്കുവാണെങ്കിൽ 3ാമത്തെ പിന്നാണ്, അവിടെ D-ഔട്ട് നമ്മൾ പ്ലേസ് ചെയ്ത്
അതെടുത്തിട്ട് ഇതിൻ്റെ ഡീനിൽ കൊടുക്കും, മൂന്നാമത്തെ പിന്നിൽ. അങ്ങനെ നമ്മൾ ഓരോ ചിപ്പിൻ്റെയും കൊടുക്കും. ഓക്കെ. സോ ഇതാണ് ഡീൻ മൈക്രോ കൺട്രോളറിൽ നിന്നുള്ള ഇൻപുട്ട്. അതിൻ്റെ ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ മൂന്നാമത്തെ പിന്നിൽ നമ്മൾ കൊടുത്തു ഡീൻ. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഡീനിൽ കൊടുത്തു, ഇതിൻ്റെ ഡി ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഡീനിൽ കൊടുത്തു, മൂന്നാമത്തെ പിന്ന്. സോ ഡി ഔട്ട് എടുത്തിട്ട് ഇപ്പുറത്തെ ഡീനിൽ കൊടുക്കുന്നു. അതാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേറൊരു ചിപ്പും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഡി ഔട്ട് എടുത്തിട്ട് നെക്സ്റ്റ് ചിപ്പിൻ്റെ ഇവിടെ ആഡ് ചെയ്യുന്ന നെക്സ്റ്റ് ചിപ്പിൻ്റെ ഡി ഔട്ടിൽ ഡീനിൽ കൊടുക്കണം, ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട്. അങ്ങനെയാണ് പോകേണ്ടത്. സോ നമ്മുടെ ഇതിൻ്റെ കണക്ഷൻ എല്ലാം കഴിഞ്ഞു. സോ റാസ്ബെറിയുടെ കണക്ഷനിൽ നമ്മൾ 5 പിന്നാണ് നമുക്ക് വേണ്ടത്. അതായത് ഇത് രണ്ടും VCC ഗ്രൗണ്ടും. അതായത് റൈറ്റ് സൈഡിൽ നിന്ന് ആദ്യത്തെ പിന്ന് 5 വോൾട്ട് VCC, റൈറ്റ് സൈഡിൽ നിന്ന് മേളിൽ നിന്ന് താഴോട്ടുള്ള മൂന്നാമത്തെ പിന്ന്, അതായത് റാസ്ബെറി പൈയുടെ 6th പിന്ന് ഗ്രൗണ്ടാണ്. അപ്പോൾ ഇത് വയലറ്റ് VCCയും ഈ ബ്ലൂ ഗ്രൗണ്ടുമാണ്. പിന്നെ ഈ 3 കണക്ഷൻ, ഈ 3 കണക്ഷന് SPI കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള 3 പിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് SPI MOSI, അതായത് മാസ്റ്റർ ഔട്ട് സ്ലേവിനും, അതേപോലെ SPI ക്ലോക്കും, അതേപോലെ SPIയുടെ ചിപ്പ് സെലക്റ്റും. സോ 19ാമത്തെ പിന്ന്, 23ാമത്തെ പിന്ന്, 24ാമത്തെ പിന്ന് ഇത് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 19th പിന്ന്, 23rd പിന്ന്, 24th പിന്ന്. 19th പിന്ന് SPIയുടെ മാസ്റ്റർ ഔട്ട്പുട്ട് സ്ലേവിൻ, അതായത് GPIO 10 ആണ്. അതേപോലെ 23rd 24, 23rd GPIO 11, അത് SPIയുടെ ക്ലോക്കും. 24th പിന്ന് GPIO 8, SPIയുടെ ചിപ്പ് സെലക്റ്റാണ്. ഇവിടെ CEO എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് 19ാമത്തെ ഈ റാസ്ബെറി പൈ എന്നുള്ള 19ാമത്തെ പിന്നെടുത്തിട്ട് ഇതിൻ്റെ ഡീനിൽ കൊടുക്കും. അതായത് ഈ ഡീനിൽ നമ്മൾ കൊടുക്കും, ഇവിടുത്തെ ഡീൻ ഈ ഡീനിലാണ് കൊടുക്കുന്നത്. അതേപോലെ ഈ കോമൺ ആയിട്ടുള്ള പിന്നെ ഉള്ളത് ചിപ്പ് സെലക്റ്റും ക്ലോക്കുമാണ്. അതായത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്ലോക്കും ഇത് ചിപ്പ് സെലക്റ്റുമാണ്. അപ്പോൾ 23rd പിന്നെടുത്തിട്ട് ക്ലോക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നു, 24th ചിപ്പ് സെലക്ട് എടുത്തിട്ട് ഈ കോമണിൽ കൊടുക്കുന്നു. ഇതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ 19th പിന്ന്, അതായത് മാസ്റ്റർ ഔട്ട്പുട്ട് സ്ലേവിൻ, അതെടുത്ത് ഡീനിൽ കൊടുത്തു. ഇതാണ് ഡീൻ. അതേപോലെ 23rd പിന്ന്, അത് ക്ലോക്കാണ്. ആ ക്ലോക്ക് നമ്മൾ കോമൺ ക്ലോക്കിൽ കൊടുത്തു. അതേപോലെ 24th ചിപ്പ് സെലക്റ്റാണ്, അത് നമ്മൾ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ചിപ്പ് സെലക്റ്റിൽ CS എന്നുള്ള പിന്നിൽ കൊടുത്തു. ഇനി പോസിറ്റീവും നെഗറ്റീവും മാത്രമേ കൊടുക്കാനുള്ളൂ. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് അവിടെ നമ്മൾ കൊടുക്കും. ഇതാണ് പോസിറ്റീവ്, അത് നമ്മൾ പോസിറ്റീവ് റെയിലിൽ കൊടുത്തു. ഇതാണ് ബ്ലൂ ആണ് നെഗറ്റീവ്, അത് നമ്മൾ നെഗറ്റീവ് റെയിലിൽ കൊടുത്തു. അപ്പോൾ നമ്മുടെ കണക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റാസ്ബെറി പൈ ബൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഇതിൽ ഹലോ മിസ്റ്റർ ഓഡിയോ ആൻഡ് സർക്യൂട്ട്സ് എന്നാണ് നമ്മൾ മെസ്സേജ് ഇട്ടേക്കുന്നത്. അത് ഡിസ്പ്ലേ ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ സെറ്റപ്പ്. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇനി നമ്മൾ പവർ കൊടുക്കുകയാണ് റാസ്ബെറി പൈക്ക്. സോ ഇവിടെ ടൈപ്പ് സിയിൽ നമ്മൾ അത് ഒന്ന് ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്തിട്ടില്ല. പ്രോഗ്രാം റൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. സോ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യാൻ പോവുകയാണ്. പൈച്ചാമിൽ അതെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു സാമ്പിൾ പ്രോഗ്രാം ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഹലോ മിസ്റ്റർ ഓഡിയോ ആൻഡ് സർക്യൂട്ട്സ് എന്നാണ് ഡിസ്പ്ലേയിൽ കൊടുത്തേക്കണം നമ്മൾ. സോ അത് റൺ ചെയ്യാൻ പോകണം. സോ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഹലോ മിസ്റ്റർ ഓഡിയോ ആൻഡ് സർക്യൂട്ട്സ് റാസ്ബെറി പൈ എന്ന് സാധനം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് മാക്സ് 7219 ICയുടെ ഒരു ലൈബ്രറി
അതേപോലെ LED മെട്രിക്സിൻ്റെ ഫോൺസ്, അതേപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ SPI കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്തിരിക്കുന്നത്. ഇനി അത് പ്രോഗ്രാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഓക്കെ. സോ ആസ് യൂഷ്വൽ ഇതാണ് നമ്മുടെ റാസ്ബെറി പൈയുടെ ഡെസ്ക്ടോപ്പ്. സോ മാക്സ് 7219 IC ഡ്രൈവർ, LED ഡ്രൈവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് SPI കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. സോ നമ്മൾ ഫസ്റ്റിലെ റാസ്ബെറി പൈയിൽ SPI കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യണം. സോ നമ്മുടെ ഇതിൻ്റെ സ്റ്റാർട്ട് എടുത്തു, പ്രിഫറൻസ് എടുക്കണം. പ്രിഫറൻസിൽ നിന്ന് റാസ്ബെറി പൈ കോൺഫിഗറേഷൻ എടുക്കണം. അതെടുക്കുമ്പോൾ ഒരു വിൻഡോ വരും, അതിൽ ഇൻ്റർഫേസ് എടുക്കണം. സോ SPI കമ്മ്യൂണിക്കേഷൻ നമ്മൾ എനേബിൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ഡിഫോൾട്ട്ലി ഡിസേബിൾ ആയിരിക്കും. സോ നമ്മൾ അത് എനേബിൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കണം. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ടെർമിനൽ എടുക്കുക. ടെർമിനൽ എടുത്തിട്ട് /dev നമ്മൾ SPI ടാബ് അടിക്കുക. ls എന്നും കൂടി അടിക്കണം. ls/dev ടാബ് അടിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും SPI dev 0.0, SPI dev 0.1, SPI dev 1 0.0. സോ നമ്മൾ ഇതിൽ SPI ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. അതാണ് നമുക്ക് ഇതിൻ്റെ ഫയൽ സിസ്റ്റം ഇവിടെ വന്നേക്കുന്നത്. സോ SPI dev 0 എന്നുള്ള ഇത് വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ ഫയൽ സിസ്റ്റം. ഓക്കെ. സോ നമുക്കിനി പ്രോഗ്രാം ഇട്ട് പോവാം. ഇതിപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യുന്നു. നമ്മൾ നെക്സ്റ്റ് ടെർമിനൽ എടുക്കുന്നു. പൈച്ചാമിൻ്റെ പാത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ പൈച്ചാം വരുന്നു. പ്രോഗ്രാം ഓൾറെഡി ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് പ്രോഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന LED സ്ക്രോളിംഗ് ഡിസ്പ്ലേ ആ പ്രോഗ്രാമാണ്. പിന്നെ ഒരു ഹോബി രീതിയിൽ നമ്മൾ ഒരു ബൗൺസ് ബാക്ക് ബോൾ എഫക്റ്റ് ഉള്ള ഒരു ഫങ്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡെമോ ഗെയിമിൻ്റെ ഒരു ഫങ്ഷൻ ചെയ്തിട്ടുണ്ട്, അതായത് സ്നേക്ക് പണ്ടത്തെ മൊബൈൽ ഗെയിം. പിന്നെ അതേപോലെ ഒരു പണ്ടത്തെ ഫിലിം, ഓൾഡ് ഇംഗ്ലീഷ് ഫിലിം മെട്രിക്സിൻ്റെ സ്ക്രോളിംഗ് എഫക്റ്റ് ഉള്ള കോഡ് താഴോട്ട് പോകുന്ന അതേപോലത്തെ ഒരു ഫങ്ഷനും കൂടെ എഴുതിയിട്ടുണ്ട്. സോ മെയിനായിട്ട് നമ്മൾ സ്ക്രോളിംഗ് ഡിസ്പ്ലേയുടെ ടെക്സ്റ്റ് സ്ക്രോളിംഗ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ പ്രോഗ്രാം എടുത്തു. സോ ഇതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ 2 ഫയൽസാണ്. main_led_max 7219, അതാണ് മെയിൻ പ്രോഗ്രാം. പിന്നെ സ്നേക്കിൻ്റെ എഫക്റ്റിന് വേണ്ടി ചുമ്മാ test_only snake എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. സോ നമ്മൾ മെയിൻ പ്രോഗ്രാം main_led വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിൻ ക്ലാസ്. സോ ഇതാണ് നമ്മുടെ മെയിൻ ഫങ്ഷൻ. സോ ഒരു ക്ലാസ് ഉണ്ട്, ക്ലാസ് മാക്സ് 7219. സോ അതിലാണ് നമ്മൾ ഡിവൈസ് കാര്യങ്ങളൊക്കെ ഇനിഷ്യലൈസ് ചെയ്യണത്. സോ നമ്മുടെ പ്രോഗ്രാം ഇട്ട് പോയി. ഇതാണ് നമ്മുടെ പ്രോഗ്രാം, ഇതാണ് നമ്മുടെ ക്ലാസ് CLS max 7219. സോ അതിൽ നമ്മൾ SPIയുടെ ഒരു ഒബ്ജക്റ്റ്, അതേപോലെ ഡിവൈസിൻ്റെ ഒരു ഒബ്ജക്റ്റ്. സോ ഫസ്റ്റിലെ SPIയുടെ ഒബ്ജക്റ്റ് നമ്മൾ മെയിൻ ഇനിറ്റ് ഫങ്ഷനിൽ ക്രിയേറ്റ് ചെയ്തു, അതായത് പോർട്ട് 0. അതായത് നമ്മൾ ഫസ്റ്റിലെ ടെർമിനലിൽ കണ്ട SPI dev 0.0 അതെടുത്തു. ഡിവൈസ് 0, പോർട്ടും 0. പിന്നെ GPIOയുടെ ഒരു ആർഗ്യുമെൻ്റാണ്. പിന്നെ നമ്മൾ ഡിവൈസ് എന്ന് പറഞ്ഞ് മാക്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റിൽ 4 LED ഡോട്ട് മെട്രിക്സ് ആണ് എടുക്കുന്നത്. സോ 4 മോഡ്യൂളുണ്ട്. സോ 4 മോഡ്യൂൾ ഉള്ളതുകൊണ്ട് നമുക്ക് 4 മോഡ്യൂൾ നമ്മൾ കാസ്കേഡായിട്ട് ഇങ്ങനെ DC ചെയിൻ വഴിയാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്, സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർ കണക്ട് ചെയ്തേക്കുന്നത്. സോ നമ്മുടെ കാസ്കേഡ് എന്നുള്ള കണക്ഷൻ നമ്മളിവിടെ ടോട്ടൽ മേളിൽ കുറച്ച് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്.
സോ ഒന്ന് നമ്മൾ ടോട്ടൽ കാസ്കേഡ് ഡിവൈസ് എത്രയുണ്ടെന്ന്. സോ നമ്മുടെ പ്രൊജക്റ്റിൽ ഉപയോഗിക്കുന്നത് 4 നമ്മൾ 4 കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 6 മോഡ്യൂൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 6 എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ 10 വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 10 LED മെട്രിക്സിൻ്റെ മോഡ്യൂൾ ഉണ്ടെങ്കിൽ ഇവിടെ 10 കൊടുക്കണം. സോ കറൻ്റ്ലി നമ്മൾ 4 ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ 4. പിന്നെ ടോട്ടൽ ഹൈറ്റ്. സോ LED മെട്രിക്സിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് 8x8 ആണ്. അപ്പോൾ 8 ആണ് നമ്മുടെ ഹൈറ്റ്. സോ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 4 മോഡ്യൂളും കൂടെ കൂടിയിട്ടുള്ള വിഡ്ത്താണ്. അപ്പോൾ നമുക്ക് 8x8 ആണ് ഒരെണ്ണത്തിൻ്റെ ഡയമെൻഷൻ. സോ 8 ആണ് ഒരെണ്ണത്തിൻ്റെ വിഡ്ത്ത്. അങ്ങനെ 4 വരുമ്പോഴത്തേനും 8 × 4 32. സോ അതാണിത്. സോ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. പിന്നെ ഇത് നമ്പർ ഓഫ് ഡോട്ട്സ് എന്ന് വേറൊരു ഡെഫിനിഷൻ ചെയ്തേക്കുന്നത് LED ബൗൺസ് ബാക്ക് ചെയ്യുമ്പോഴത്തേനും എത്ര LED നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബൗൺസ് ബാക്ക് ചെയ്യണമെന്നാണ്. സോ അറ്റ് എ ടൈം 10 നമ്പേഴ്സ് എടുത്തിട്ടാണ്. ഇവിടെ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അറ്റ് എ ടൈം 3 ആണ് ബൗൺസ് ബാക്ക് ചെയ്യുള്ളൂ. സോ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. സോ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈബ്രറി ലൂമ LED മെട്രിക്സ് എന്ന് പറഞ്ഞ ഒരു ലൈബ്രറിയാണ്. സോ അത് പിപ്പ് ഫ്രീസ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ലിസ്റ്റ് ഓഫ് ലൈബ്രറീസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ലൂമ LED മെട്രിക്സ്. സോ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പിപ്പ് ലൂമ LED മെട്രിക്സ് ഇങ്ങനെ അടിച്ചാൽ മതി. അതായത് ലൂമ ഇൻസ്റ്റാൾ pip install install enter ലൂമ. സോ ഇത് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഇൻസ്റ്റാൾ ചെയ്യാത്ത സിസ്റ്റത്തിൽ ആ ടൈമിൽ അത് ഇൻസ്റ്റാൾ ആയിക്കോളും. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളും പ്രോഗ്രാമിങ്ങും ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ. സോ മെയിൻ ക്ലാസ്സിൽ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തേക്കുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ SPI ഇനിഷ്യൽ ചെയ്തു, പോർട്ട് 0, അതുപോലെ ഡിവൈസ് SPI ഡെവ് 0.0. പിന്നെ മാക്സിൻ്റെ ഇവിടെ നമ്മൾ അതിൻ്റെ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ വിഡ്ത്ത് എത്രയാണ്? 32. ടോട്ടൽ ഹൈറ്റ് 8. കാസ്കേഡഡ് എത്രണ്ണം ചെയ്തിട്ടുണ്ട്? 4. പിന്നെ ഇത് വേറെ ബ്ലോക്കിൻ്റെ ഓറിയൻറ്റേഷനും പിന്നെ റൊട്ടേറ്റ്, അതായത് നമുക്ക് LED വേണമെങ്കിൽ ഇങ്ങനെ പാരലൽ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് വെർട്ടിക്കലി പാരലലിന് പകരം നമുക്ക് വെർട്ടിക്കലി ആക്കണമെങ്കിൽ അത് ഇവിടെ 1 എന്ന് കൊടുത്താൽ മതി. സോ ഇതാണ് നമ്മുടെ ഫങ്ഷൻ സ്ക്രോൾ ടെക്സ്റ്റ് ആസ് നോർമൽ. സോ ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല, കാരണം ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷനും SPI കമ്മ്യൂണിക്കേഷൻ അതേപോലെ 4 ലൈൻ ആയിട്ടുള്ള SPIയുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇൻറ്റേർണലി ലൈബ്രറി ടേക്ക് കെയർ ചെയ്തോളും. അതായത് ക്ലോക്ക്, ചിപ്പ് സെലക്ട്, MOSI, അതേപോലെ MISO, അതായത് മാസ്റ്റർ ഔട്ട്പുട്ട്, സ്ലേവ് ഇൻ, മാസ്റ്റർ ഇൻപുട്ട്, സ്ലേവ് ഔട്ട്, ഈ പിൻസിൻ്റെ കോൺഫിഗറേഷനും അതിൻ്റെ കറക്റ്റ് ടൈമിങ്ങും ക്ലോക്കും എല്ലാം ഈ ലൈബ്രറി തന്നെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ ഓവർ ഹെഡ് ഇല്ല. നമുക്ക് ജസ്റ്റ് ലൂപ്പിൽ ഷോ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിവൈസ് എന്താണ് മെസ്സേജ് കൊടുക്കേണ്ടതെന്നുള്ള ഇൻപുട്ട് ടെക്സ്റ്റ്, ഇതാണ് നമ്മുടെ ഇൻപുട്ട് ടെക്സ്റ്റ്. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് സ്ക്രോൾ ചെയ്യേണ്ടതെന്ന് പാസ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ലെറ്റർ പാസ് ചെയ്യാം, അല്ലെങ്കിൽ വേർഡ്, അല്ലെങ്കിൽ ഒരു വലിയ പാരഗ്രാഫ്, സെൻറ്റൻസ്, എന്തുകൊണ്ടും പാസ് ചെയ്യാം. സോ ഇവിടെ പിന്നെ കളർ കോമ്പിനേഷൻ ഉണ്ട്. പക്ഷേ നമ്മുടെ ഡോട്ട് മെട്രിക്സ് റെഡ് ആയതുകൊണ്ട് ഓൺലി റെഡ് മാത്രമാണ് ഇവിടെ തെളിവുള്ളൂ. സോ വേറെ കളർ കോമ്പിനേഷനും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് വേറെ കളർ കോമ്പിനേഷനൊക്കെ കൊടുക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്ട് ഇതാണ്. ഇപ്പോൾ ഇത് ഇൻബിൽറ്റ് ലൈബ്രറിയിൽ വരുന്നതാണ്. സോ നമുക്ക് ഫോണ്ടൊന്നും ഡിസൈൻ ചെയ്യേണ്ട. സോ ഇപ്പോൾ നമ്മൾ മൈക്രോ കൺട്രോളറൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോണ്ടൊക്കെ ഡിസൈൻ ചെയ്യേണ്ടി വരും. മെട്രിക്സ് പോലെ ക്രിയേറ്റ് ചെയ്ത് ഏതൊക്കെ LED എപ്പോൾ തെളിയണം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഓണായിട്ടിരിക്കേണ്ടത്, ഏതൊക്കെയാണ് ഓഫായിട്ടിരിക്കേണ്ടത് എന്നൊക്കെയുള്ള. അപ്പോൾ അതൊന്നും വേണ്ട. പിന്നത്തെ ആർഗ്യുമെൻറ്റ് സ്ക്രോൾ ഡിലേ ആണ്. സോ അത് സെക്കൻഡിലാണ്. സോ നമ്മൾ ഇവിടെ മെയിനിൽ നിന്ന് അപ്പോൾ നമ്മൾ ഇത്രയും ഫങ്ഷനാണ് വേണ്ടത്.
ഈ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവത്തിന് ഇത്ര ഇതാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്ക്രോൾ ചെയ്യേണ്ട ടെക്സ്റ്റ് ഇവിടെ ഡിഫൈൻ ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഒരു പാരഗ്രാഫ് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ഡോട്ട് ഇനിറ്റ് ഫംഗ്ഷൻ വിളിച്ചു. അതാണ് നമ്മുടെ മറ്റേ SPI അതേപോലെ ഡിവൈസൊക്കെ എനേബിൾ ചെയ്യണ ഇത് ഈ ഫംഗ്ഷനാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഇത് വിളിക്കുമ്പോഴത്തേന് ഇതെല്ലാം ഇനിഷ്യലൈസ് ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫംഗ്ഷൻ സ്ക്രോൾ ടെക്സ്റ്റ് ആസ് നോർമൽ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇവിടെ നമ്മുടെ ഇൻപുട്ടായിട്ട് ഇൻപുട്ട് ടെക്സ്റ്റ് ടു ബി സ്ക്രോൾഡ് നമ്മൾ കൊടുത്തു. പിന്നെ എത്രയാണ് ഡിലേ വേണ്ടത്, ഇവിടെ ഞാൻ സെക്കൻഡിലാണ് ഇത് വേണ്ടത്. ഇത് ഞാൻ 0.05 ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം. പിന്നെ ഇതൊക്കെ നമ്മുടെ ഡെമോ ആയിട്ടുള്ള ഹോബി ഒക്കെ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോജിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ബേസിക് റൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഈ ഡിവൈസും SPI ഒക്കെ ഇനിഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ ആക്ഷൻ ചെയ്താൽ മതി. ബൗൺസ് ബാക്കിൻ്റെ ഫംഗ്ഷൻ ഇവിടെയുണ്ട്. അതേപോലെ മെട്രിക്സ് റെയിനിങ് കോഡ് എഫക്റ്റിൻ്റെ ഫംഗ്ഷൻ ഇവിടെയുണ്ട്. പിന്നെ സ്നേക്കിൻ്റെ ഫംഗ്ഷൻ ഇവിടെയുണ്ട്. സ്നേക്ക് ഒരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ടാണ് എഴുതിയേക്കുന്നത്. സ്നേക്കിൻ്റെ ക്ലാസ് ഇതാണ്. സ്നേക്കിൻ്റെ ക്ലാസ്സിൽ നമ്മുടെ LED മെട്രിക്സിൻ്റെ പോലെ തന്നെ ഇവിടെ SPI കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് ബാക്കി അതിൻ്റെ ലോജിക്സൊക്കെയാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. അത് നിങ്ങൾക്ക് ഗോ ത്രൂ ചെയ്യാം. ഇതെല്ലാം ജിറ്റേബിൾ ഇട്ടിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ കാണും, ആവശ്യമുള്ളവർക്ക് അത് നോക്കാം. ഇത് നമ്മൾ റൺ ചെയ്യുന്നു. നമ്മളിപ്പോൾ റൺ ചെയ്യാൻ പോവാണ്. ഈ ഫംഗ്ഷൻ ഇപ്പോൾ എഴുതിയേക്കുന്നത് എല്ലാം ഒരു ഇൻഫിനിറ്റ് ലൂപ്പിൽ അല്ല എഴുതിയേക്കുന്നത്. എല്ലാം ഒരു ഇത്ര കൗണ്ട് ആകുമ്പോഴത്തേനും എല്ലാ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇത് വർക്ക് ചെയ്യും, അതേപോലെ ഈ ബൗൺസ് ബാക്ക് വർക്ക് ചെയ്യും, റെയിനിങ് കോഡ് വർക്ക് ചെയ്യും, ഇത് വർക്ക് ചെയ്യും. ലൂപ്പ് വേണ്ടാത്തവർക്ക് നമുക്ക് ഈ ലൂപ്പ് ഇവിടെ എല്ലാത്തിനും ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട്, L_ ലൂപ്പ്. ആ കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ലൂപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കത് മൈനസ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ലൂപ്പിൽ വർക്ക് ചെയ്യും എല്ലാത്തിൻ്റെയും. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഗ്രാം. നമുക്ക് ഇനി ഔട്ട്പുട്ട് നോക്കാം. ഇത് നമുക്ക് ഒന്ന് റൺ ചെയ്യാം. റണ്ണായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് നമുക്കിപ്പോൾ കാണാം സ്ക്രീനിൽ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. റാസ്ബെറി പൈ 5 വെച്ചിട്ടുള്ള LED ഡോട്ട് മെട്രിക്സ് സ്ക്രോളിംഗ് പ്രൊജക്റ്റാണ്. ഇതിൽ നമ്മുടെ മാക്സ് 7219 ഡ്രൈവറും അതേപോലത്തെ LED കുറച്ച് ഫോൺസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൈത്തൺ ലൈബ്രറി വെച്ച് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു 2-3 ടൈപ്പ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ടെക്സ്റ്റ്, എത്ര വലിയ ടെക്സ്റ്റോ സെൻറ്റൻസോ പാരഗ്രാഫോ ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അത് റിപ്പീറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതൊരു ടൈപ്പ്. ഇത് വെറുതെ നമ്മൾ വീണ്ടും ചെയ്തതാണ്. ഇത് വെറുതെ ഒരു ഡോട്ട് ഇങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ചുമ്മാ ഒരു പ്രോഗ്രാമാണ്, ഒരു ഹോബിയിൽ ചെയ്തതാണ്. ആ പ്രോഗ്രാമും ജിറ്റിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചുമ്മാ ഹോബിയായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നെക്സ്റ്റ് ഒരു നമ്മുടെ പഴയ ഫിലിം മെട്രിക്സിൻ്റെ റണ്ണിങ് കോഡ് എഫക്റ്റ് പോലത്തെ ഒരു ഗ്രീനിൽ കാണിക്കുന്നില്ല, അതേപോലത്തെ ഒരു എഫക്റ്റ് നമ്മൾ ഹോബിയായിട്ട് ചെയ്ത് നോക്കിയതാണ്. ഇതിലിപ്പോൾ നമ്മൾ സൈഡിലും ബോട്ടത്തിലൊക്കെ കൂടുതൽ മെട്രിക്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു നല്ല എഫക്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കൂടി 4 മെട്രിക്സ് ഉള്ളൂ, അതുകൊണ്ട് ഇത്രയും കാണിക്കാനേ പറ്റത്തുള്ളൂ. ഇതും ജിറ്റിലിട്ടിട്ടുണ്ടാവും. ഇത് ഒരു നമ്മുടെ പഴയ മൊബൈലിൽ സ്നേക്കിൻ്റെ ഒരു എഫക്റ്റാണ്. ഈ സ്നേക്ക് ഫുഡിന് വേണ്ടിയിട്ട് പോയി ഇങ്ങനെ ആഡായിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് കൊളൈഡ് ചെയ്യുന്ന ടൈമിൽ സ്വന്തം റീബൗൺസ് ചെയ്ത് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് സ്റ്റോപ്പ് ആവും. പിന്നെ വീണ്ടും ഗെയിം റീസ്റ്റാർട്ട് ചെയ്യും. ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇതും ചുമ്മാ ഒരു ഹോബി. ഇതിവിടെ കൊളൈഡ് ചെയ്യും, ഇത് സ്റ്റോപ്പ് ആവും, എന്നിട്ട് പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യും.
വീണ്ടും ഇനിഷ്യലൈസ് ചെയ്തു, ആദ്യം തുടങ്ങി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇതിങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ്. ഇതിൻ്റെ കോഡും ജിറ്റിലുണ്ടാവും. ഓക്കെ.